ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന നമ്മൾ പാവം മനുഷ്യർ നമ്മൾ എന്നാ ചെയ്യല്ലേ? ഒരു പ്രശ്നം തീർന്നു, അത് തീരുന്നതിന് മുമ്പേ അടുത്ത പ്രശ്നം വരുന്നു. മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഫുള്ള് തടസ്സങ്ങളാണ്. പഠിത്തത്തിൻ്റെ കാലത്തൊരു തടസ്സം, ജോലിക്ക് അന്വേഷിക്കുമ്പോൾ ഒരു തടസ്സം, ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങ് അറ്റത്തേക്ക് എത്തുമ്പോഴത്തേന് പെട്ടെന്ന് അത് ഒരു കാരണമില്ലാണ്ട് നഷ്ടപ്പെട്ടു പോകുന്നു. ജോലിക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ അപേക്ഷിക്കുന്നു, പല കാര്യങ്ങൾക്ക് വേണ്ടി. ഏതൊരു സിറ്റുവേഷൻ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളൊക്കെ എന്തോരം തടസ്സങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല. പ്രാർത്ഥിച്ചിട്ട് ചില സമയത്ത് പലപ്പോഴും ഡിലേ ആണ്, ഒന്നിനും ഒരു ഉത്തരം കിട്ടുന്നില്ല. കിട്ടുന്നതാണെങ്കിൽ കുറേ കഴിഞ്ഞിട്ടൊക്കെ വൈകിയൊക്കെ ഉത്തരം കിട്ടുന്നു. നമ്മൾ സാധാ മനുഷ്യരല്ലേ, ചിലപ്പോൾ ഈ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇനി എന്തോരം കാത്തിരിക്കണം, ഇനി എവിടെ പോയി മുട്ടണം, ആരോട് പോയി സഹായം തേടണം, ഇനി എന്നാ രീതിയിൽ പ്രാർത്ഥിക്കണം, ഒരു പിടിയും കിട്ടണില്ല. നമുക്കൊരു ഭാവി ഉണ്ട് എന്ന് കർത്താവ് വചനത്തിലൂടെയൊക്കെ വാഗ്ദാനം തരുന്നു. ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് തന്നെ ഒരു ശുഭപ്രതീക്ഷയുണ്ട്. പക്ഷേ ഇതിങ്ങനെ നീണ്ടു പോവാണ്. നമുക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പ്രതീക്ഷ ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് എൻ്റെ